വീണ്ടും ജനിക്കുക എന്നാൽ എന്ത്? ഒരിക്കൽ യേശുക്രിസ്തു തന്നെ സമീപിച്ച ഒരു യഹൂദമ പണ്ഡിതനായ നിക്കോദേമോസിനോട് പറഞ്ഞു, ഒരാൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല. യേശു എന്താണ് പറയുന്നതെന്ന് നിക്കോദേമോസിന് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, ഒരാൾക്ക് രണ്ടാമതും അമ്മയുടെ ഗർഭാത്രത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ കഴിയുമോ? എന്നാൽ യേശുവിന്റെ ഉത്തരത്തിന്റെ സാരാംശം ഇതായിരുന്നു: ജഡത്തിൽ നിന്ന് വരുന്നതെല്ലാം ജഡമാണ്. ജഡശരീരത്തിന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആത്മീയ ശരീരത്തിന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. പാപകരമായ ജഡശരീരത്തിൽ വസിക്കുന്ന ആത്മീയ ശരീരം പാപഭാരത്താലും ശാപത്തിന്റെ അടിമത്വത്താലും മലിനമാകുന്നു. അതിനാൽ ഒരാൾ ആത്മീയമായി വീണ്ടും ജനിച്ചാൽ മാത്രമേ ആത്മീയ ശരീരം പാപഭാരത്തിൽ നിന്നും ശാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും മോചിതമാവുകയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യുന്നുള്ളൂ. ഇതിനായി ഒരാൾ തന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ തന്നോട് ക്ഷമിക്കപ്പെടുകയും പാപത്തിനുള്ള ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും വേണം. ഇത് സാധ്യമാക്കുന്ന ദൈവിക പ്രക്രിയയെ വീണ്ടും ജനനം എന്ന് വിളിക്കുന്നു. തിരുവെഴുത്തുകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി: മണ്ണുകൊണ്ടുള്ളവനെപ്പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെപ്പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. 1 കൊരിന്ത്യർ 15:48-49. പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരും ആദ്യമാതാപിതാക്കളുമായ ആദമിന്റെയും ഹവ്വായുടെയും പിൻഗാമികൾ ആകുന്നു ലോകത്തുള്ള എല്ലാ മനുഷ്യരും. എന്നുവച്ചാൽ നമ്മളെല്ലാവരും നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ ആണ്. അതിനാൽ നമ്മുടെ മരണശേഷം നമ്മുടെ ശരീരങ്ങൾ പൊടിയിലേക്ക് മടങ്ങണം. എന്നാലോ ദൈവാംശം ആയി മനുഷ്യനിൽ ഉള്ള അമർത്യമായ ആത്മാവ് മരണശേഷം തുടർന്നും ജീവിക്കുന്നു. വിശുദ്ധ ബൈബിൾ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്ന് നിയമിച്ചിരിക്കുന്നു, എന്നാൽ അതിനുശേഷം ന്യായവിധി വരുന്നു. എബ്രായർ 9:27. അതിനാൽ നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തോടെയും ആശ്രയത്തോടെയും നീതിപൂർവമായ ജീവിതം നയിക്കുകയും മരണാനന്തരം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരാൾക്ക് എങ്ങനെ വീണ്ടും ജനിക്കാൻ കഴിയും? ഒന്നാമതായി, ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചുകൊണ്ടോ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടോ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടോ ഏതെങ്കിലും ആത്മീയ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ വീണ്ടും ജനിക്കാൻ കഴിയില്ല. ഇതെല്ലാം വീണ്ടും ജനിച്ചതിനുശേഷം മാത്രമേ ആത്മാവിന് ഗുണം ചെയ്യൂ. കാരണം ഒരു വ്യക്തി പാപിയായി ജീവിക്കുമ്പോൾ ആ വ്യക്തിയിലെ ആത്മാവ് മൃതാവസ്ഥയിലാണ്. എങ്ങനെ വീണ്ടും ജനിക്കുമെന്ന് നിക്കോദേമോസ് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവൻ മുഖാന്തരം രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായ്കയാൽ ന്യായവിധി വന്നുകഴിഞ്ഞു. യോഹന്നാൻ 3:16-18. വീണ്ടും ജനിക്കാനുള്ള ആദ്യപടി ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണെന്ന് യേശു വിശദീകരിച്ചു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ അനുതപിക്കുകയും പാപങ്ങളുടെ മോചനം നേടുകയും വേണം. തുടർന്ന് യേശു കൽപ്പിച്ചതുപോലെ വെള്ളത്തിൽ മുങ്ങി സ്നാനം ഏൽക്കണം. അപ്പോൾ ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കും. മത്തായി 28:19, പ്രവൃത്തികൾ 2:38-39. പാപമോചനം ലഭിച്ച് യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് നന്മപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം തുടരാം. അങ്ങനെ ക്രിസ്തുവിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് വാനമേഘങ്ങളിൽ ഇറങ്ങിവരുമ്പോൾ യേശുവിനൊപ്പം നിത്യതയിൽ ജീവിക്കുവാൻ മറ്റു വിശുദ്ധന്മാരോടൊപ്പം നിങ്ങളും എടുക്കപ്പെടും. 1 തെസ്സലോനീക്യർ 4:16-17. ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുകയും അത് പരസ്യമായി ഏറ്റുപറയുകയും ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ പാപങ്ങൾ എല്ലാം ക്രിസ്തുവേശുവിന്റെ കുരിശുമരണവും കാൽവരിയിൽ ക്രിസ്തുവേശു ചൊരിഞ്ഞ രക്തവും നിമിത്തം പൂർണ്ണമായി കഴുകപ്പെട്ടു നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു.
വീണ്ടും ജനിക്കാൻ ഞാൻ എന്റെ മതവും പേരും മാറ്റേണ്ടതുണ്ടോ? വീണ്ടും ജനിക്കുക എന്നാൽ നിങ്ങളുടെ മതം മാറുകയോ പേര് മാറ്റുകയോ നിങ്ങളുടെ ബാഹ്യരൂപം മാറ്റുകയോ ജീവിത സാഹചര്യം മാറ്റുകയോ അല്ല. മറിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും പാപമോചനം നേടുകയും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുക എന്നാണ് ഇതിനർത്ഥം. വീണ്ടും ജനിക്കുന്നതിലൂടെ നിത്യമായ സ്വർഗീയ ജീവിതത്തിന് നമ്മൾ അർഹരായിത്തീരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുമൂലം യാതൊരുവിധത്തിലും ഉള്ള നഷ്ടം അല്ല, പിന്നെയോ ആത്മീയമായും ഭൗതികമായും മാനസികമായും വൈകാരികമായും താങ്കൾക്കു നന്മ മാത്രമേ ഉണ്ടാകൂ. ദൈവവചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചുപോയതുമില്ല. സങ്കീർത്തനങ്ങൾ 34:5. വീണ്ടും ജനിക്കാൻ ഞാൻ എന്തെങ്കിലും ദാനധർമ്മങ്ങളോ വഴിപാടുകളോ നടത്തേണ്ടതുണ്ടോ? വേണ്ട, ഒരിക്കലും വേണ്ട. വീണ്ടും ജനിക്കാൻ ഒരു ചെലവുമില്ല. മതപരമായ ആചാരങ്ങളൊന്നും ആവശ്യമില്ല. വഴിപാടുകൾ ആവശ്യമില്ല. നേർച്ചകളൊന്നും ആവശ്യമില്ല. തീർത്ഥാടനത്തിന്റെ ആവശ്യമില്ല. പുരോഹിതന്റെ ആവശ്യമില്ല. ത്യാഗത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതു മാത്രമാണ്. ഇപ്പോൾ ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. എന്റെ സ്വർഗീയ പിതാവായ ദൈവമേ, ക്രിസ്തുയേശുവിലൂടെയുള്ള രക്ഷയുടെ യഥാർത്ഥ വസ്തുതയും നിത്യസത്യവും ഗ്രഹിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ ഞാൻ പാപപൂർണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. കർത്താവേ, എന്റെ എല്ലാ പാപങ്ങളും ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു. ദയവായി എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ. ഇനിയുള്ള എന്റെ ജീവിതകാലം മുഴുവൻ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അങ്ങയുടെ മകൻ മകൾ ആയി സ്വീകരിക്കണമേ. വിശുദ്ധ തിരുവെഴുത്തുകൾ മനസ്സിലാക്കാനും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാനും ദയവായി എന്നെ സഹായിക്കണമേ. എന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടുക. പാസ്റ്റർ ആൻസൺ മാരാമ, ബേഥാന്യ ഗോസ്പൽ മിനിസ്ട്രി, പുല്ലാട് പി, കേരളം, ഇന്ത്യ 689548. മൊബൈൽ 9633632889. കർത്താവ് താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ.